വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം അശ്വതി ആൻഡ്രൂസ് ആദംസ് വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചക്കക്കുമ്പിളാണ്. ഇപ്പം ചക്ക ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ചക്ക വരട്ടിയിട്ട് അതുകൊണ്ടൊരു കുമ്പിളുണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ചക്കക്കുമ്പിള ഉണ്ടാക്കാം. കുമ്പിളുണ്ടാക്കുവാനായിട്ട് എനിക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഞാൻ ചകിണിയെല്ലാം കളഞ്ഞ് എടുത്തു വച്ചിരിക്കുകയാണ്. അത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഈ ചക്ക ഇപ്പം ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. അപ്പം ഞാൻ ഒരു തേങ്ങ ചിരണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ട് ശർക്കര, അതായത് 2 ശർക്കര എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കുമ്പിളിന് ആവശ്യമായിട്ടാണ് ഇത് എടുത്തു വച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ഉരുളി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നെയ്യിട്ടു. നെയ്യ് ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് നട്ട്സും കൂടെ ഇടുക. കുറച്ചേ ഇടുന്നുള്ളൂ. അതൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങാപ്പീരിയിട്ട് വഴറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നട്ട്സും തേങ്ങാക്കൊത്തും ഒക്കെ മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പീര ഇതിൽ ചേർക്കുകയാണ്. ഒരു തേങ്ങയാണ് ചിരകി ചേർത്തിരിക്കുന്നത്. റവ ചേർത്തുള്ള കുമ്പിളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്നൊരു റോസ് കളറാകുമ്പോഴത്തേക്കിനും നമുക്കിതിനകത്തേക്ക് നമ്മുടെ ശർക്കര പാനി ചേർക്കാവുന്നതാണ്. ലാസ്റ്റാണ് നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകവും ചേർക്കുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം മൂത്തു. ഞാനപ്പോൾ അതിലേക്ക് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഇട്ട് ഇത് നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചക്ക മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ഇടുന്നത്. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വരണ്ടു. ഇനി നമുക്ക് ചക്ക ഇതിനകത്തേക്ക് ഇടാം. ഈ ചക്കയും കൂടി നല്ലതായിട്ട് വരണ്ട് വരണം. എങ്കിലേ അത് റെഡിയാകത്തുള്ളൂ. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇത് വരണ്ട് വരണം. അത് കഴിഞ്ഞിത് തണുത്തതിന് ശേഷമാണ് നമ്മൾ റവ ചേർത്ത് ഒരു സ്വല്പം ഉപ്പ് ആകാം. ഓൾറെഡി ഈ ശർക്കരയ്ക്കകത്തൊക്കെ ശകലം ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പ് ചേർക്കണ്ട. നല്ല പായസം കണക്കെയായി. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മൾ ഏലക്ക പൊടിച്ചതും ജീരകവും പൊടിച്ചതും കൂടി ഇടുമ്പം കുറച്ചുകൂടെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വരണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകം പൊടിച്ചതും കൂടി ചേർക്കാവുന്നതാണ്. അത് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ റവ ചേർക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് റവ ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂറോളം നമ്മളിതൊന്ന് വയ്ക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ട് വേണം നമുക്കിതുകൊണ്ട് കുമ്പിള് ഉണ്ടാക്കുവാൻ. അപ്പം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളപ്പോൾ അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണ്. നമ്മുടെ കുമ്പിളിനുള്ളതായ ആ മാവെല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പം കുമ്പിളിനുള്ള ഭക്ഷണയില ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഭക്ഷണയില എടുത്ത് നമ്മൾ കുമ്പിൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭക്ഷണയില എടുത്ത് തൂത്ത് എടുത്ത് നമുക്ക് കുമ്പിൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാൻ ഭക്ഷണയില എടുത്ത് തൂത്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് മാവെടുത്ത് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ അറ്റം ഇതിലേക്ക് വയ്ക്കും. കണ്ടോ, ഇങ്ങനെ ഓരോ കുമ്പിളും ഉണ്ടാക്കി വയ്ക്കുന്നു. ഇപ്പോൾ ഞാൻ അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് ഉണ്ടാക്കി വെച്ച കുമ്പിൾ എടുത്ത് വെച്ചു. വെള്ളം തിളച്ചതിന് ശേഷമാണ് അപ്പച്ചെമ്പിലേക്ക് ഞാൻ കുമ്പിൾ എടുത്ത് വെച്ചത്. ഇനി ഞാനതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. അത് ആവി കയറാനായിട്ട് ഒരു 5-8 മിനിറ്റോളം നമുക്ക് ഇത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം എടുത്തുകൊണ്ട് നോക്കാം. ആൾമോസ്റ്റ് ഇതെല്ലാം പകുതി വേവിൽ തന്നെയാണ് അങ്ങോട്ട് വയ്ക്കുന്നത്. അറിയാമല്ലോ, നമ്മൾ ചക്കയൊക്കെ വരട്ടിയതും അതുപോലെ തന്നെ റവയൊക്കെ ആണെങ്കിലും നമ്മൾ വറുത്ത റവയാണ്. അപ്പോൾ അതുകൊണ്ട് അത് വെന്തത് തന്നെയാണ്. അപ്പം ഒത്തിരി വേവിന് ആവശ്യമില്ല, ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. നമുക്കൊരു 5-8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ കുമ്പിളൊക്കെ റെഡിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ കുമ്പിളൊക്കെ വെന്തിരിക്കുകയാണ്. നല്ല ആവിയൊക്കെ വരുന്ന കാണാമല്ലോ, കണ്ടോ? നല്ല സ്മെല്ലാണ്, അടിപൊളി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. നല്ല മധുരവും നല്ല സ്വാദ്. അപ്പം എല്ലാവരും കുമ്പിൾ ഉണ്ടാക്കണം ഇതേപോലെ. വളരെ സിമ്പിളായിരുന്നു. ചക്ക കിട്ടിയോണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷെ നല്ല സോഫ്റ്റാണ്, കണ്ടോ, നല്ല സോഫ്റ്റാണ്. നല്ല മധുരമുണ്ട്. ആ ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ഒക്കെ ആ സ്വാദൊക്കെ ഇങ്ങോട്ട് വന്നപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുമ്പിളുണ്ടാക്കണം. എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.